ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനൽഡയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളൊരു വീട്ടിലൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം ലൈസൻസ്, എന്തെല്ലാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. നമ്മളുടെ ഓഫീസ് വരുന്നത് എറണാകുളത്താണ്. ബിസിനസിന്റെ ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ലൈസൻസ്, GST എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രസ് ഐറ്റംസ്, ജ്വല്ലറി ഐറ്റംസ് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് നൽകുന്നുണ്ട്. ഒരുപാട് ബിസിനസ്സുകൾക്ക് നമ്മൾ ട്രെയിനിങ് നൽകുന്നുണ്ട്. എന്തൊക്കെ ട്രെയിനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മളുടെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ലൈവ് ആയിട്ടുള്ള ക്ലാസ്സും റെക്കോർഡഡ് ആയിട്ടുള്ള സെക്ഷനും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. വീട്ടിലൊരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ലൈസൻസ് അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആണ് ആവശ്യമായിട്ട് വരുന്നത്. നമുക്കൊരിക്കലും ഇന്ന ലൈസൻസ് മതി, ഇന്ന രജിസ്ട്രേഷൻ മതി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ എങ്ങനെ ബിസിനസ് ചെയ്യുന്നു, എന്ത് പ്രോഡക്റ്റ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുന്നു എന്നതിനനുസരിച്ച് ലൈസൻസ് മാറി മാറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫുഡ് കാറ്റഗറി ബിസിനസിന്റെ നോക്കാം. ഇപ്പൊ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്, എന്ത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസിനും നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കേണ്ടത് ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ആണ്. നമ്മളുടെ FSSAI സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് നിർബന്ധമാണ്. FSSAI സർട്ടിഫിക്കറ്റ് എടുത്ത് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്കർ ലൈസൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഹെൽത്ത് കാർഡ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓൺലൈനായിട്ട് ആമസോണിലൊക്കെ വിൽക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ GST രജിസ്ട്രേഷനും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിന് ഇത്രയും ലൈസൻസ് ആണ് വേണ്ടി വരുന്നത്. അത് ചെറിയ രീതിയിൽ ചെയ്യുകയാണെങ്കിലും വലിയ രീതിയിൽ ചെയ്യുകയാണെങ്കിലും ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റും അതുപോലെ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ പാക്കർ ലൈസൻസ് നമുക്ക് ഉറപ്പായിട്ടും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അടുത്തതാണ് നമ്മളുടെ ക്ലീനിങ് ഐറ്റംസ്. ഇപ്പൊ ക്ലീനിങ് ഐറ്റംസിന്റെ ഒക്കെ ബിസിനസ് വീട്ടിൽ ചെറിയ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ചെറുകിട വ്യവസായം എന്ന രീതിയിലുള്ള MSME സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് K-Shift എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പ്രോഡക്റ്റ് നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാക്കർ ലൈസൻസും GST രജിസ്ട്രേഷനും ഓൺലൈനായിട്ട് വിൽക്കുന്നതിനുള്ള GST രജിസ്ട്രേഷനും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ലൈസൻസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലീനിങ് ഐറ്റംസിന്റെ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് സർവീസ് കാറ്റഗറി ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ട്രെയിനിങ് കൊടുക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് കാറ്റഗറി, ഇപ്പൊ എന്തെങ്കിലും ഒരു ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള സർവീസ് കാറ്റഗറി ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു K-Shift സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവരുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അവിടെയും ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് GST രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളുടെ ഡ്രസ്സ് ജ്വല്ലറി ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഡ്രസ്സ് ജ്വല്ലറി ബിസിനസ്സിന് നമുക്ക് ഒരിക്കലും ഇന്ന ലൈസൻസ് ആണ് വേണ്ടത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോഡക്റ്റ് വിൽക്കുന്നത് എന്നതിനനുസരിച്ച് അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് മാറി മാറി വരുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരാം. എന്താണ് MSME സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ ഉദ്യം സർട്ടിഫിക്കറ്റ്? നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടായിരിക്കും MSME സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള കാര്യം. നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതിന്റെ പ്രൂഫായിട്ട് നമ്മൾ എടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് MSME രജിസ്ട്രേഷൻ എന്നുള്ളത്. എന്തിനാണ് നമുക്ക് ഒരു MSME രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഇപ്പോൾ നമ്മൾ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ലോണോ സബ്സിഡി അതുപോലെ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ബിസിനസ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ MSME സർട്ടിഫിക്കറ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ബ്രാൻഡ് നെയിമിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മിക്ക ബാങ്കിലും MSME സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രാൻഡിന്റെ പേരിൽ ഒരു നെറ്റ് കണക്ഷൻ ഒക്കെ എടുക്കണം, ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ എടുക്കണമെങ്കിലും MSME സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബിസിനസ് ചെയ്യുന്നു എന്നതിന്റെ ഒരു പ്രൂഫായിട്ട് നമുക്ക് ഒരു ഉദ്യം സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ MSME സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് K-Shift സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. എന്താണ് K-Shift സർട്ടിഫിക്കറ്റ്? നമുക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നൊക്കെ ലൈസൻസ് ഒക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ പുതിയതായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ് K-Shift സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. 3 വർഷത്തോട്ട് നമുക്ക് ഈ ഒരു K-Shift സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. മാനുഫാക്ചറിങ് ബിസിനസ്സിനും സർവീസ് കാറ്റഗറി ബിസിനസ്സിനും മാത്രമാണ് ഈ ഒരു K-Shift സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രോഡക്റ്റ് വിൽക്കുന്നതിന്, ട്രേഡിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു K-Shift സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. അടുത്തതായിട്ട് എന്താണ് പാക്കർ ലൈസൻസ്? നമ്മൾ എന്ത് പ്രോഡക്റ്റും പാക്ക് ചെയ്ത് അല്ലെങ്കിൽ അളന്നു തൂക്കി വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലീഗൽ മെട്രോളജിയുടെ പാക്കർ ലൈസൻസ് ആവശ്യമാണ്. എല്ലാ പ്രോഡക്റ്റിനും ആവശ്യമാണ്. നമ്മുടെ ബ്രാൻഡ് നെയിമിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ പാക്കർ ലൈസൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അടുത്തത് എന്താണ് FSSAI സർട്ടിഫിക്കറ്റ്?
ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾ എല്ലാവരും നിർബന്ധമായിട്ടും എടുക്കേണ്ട സർട്ടിഫിക്കറ്റ് ആണ് FSSAI സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. ചെറിയ രീതിയിൽ ചെയ്യുന്നവരായിക്കോട്ടെ വലിയ രീതിയിൽ ചെയ്യുന്നവരാകട്ടെ എല്ലാവരും നിർബന്ധമായിട്ടും FSSAI സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. അടുത്തത് എന്താണ് GST രജിസ്ട്രേഷൻ. എല്ലാവരും GST എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും 40 ലക്ഷത്തിന് മുകളിലാണ് ടേൺ ഓവറെങ്കിലാണ് GST എടുക്കേണ്ടതെന്നുള്ളത്. അത് ഒരു കണ്ടീഷൻ മാത്രമാണ്, വേറെ 2 കണ്ടീഷനും കൂടി ഉണ്ട്. നമ്മൾ കേരളത്തിന് പുറത്തോട്ട് വിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാകണം. ഇനി നമ്മളുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പ്രോഡക്റ്റ് നമ്മുടെ എടുക്കണമെങ്കിലും അവരും തീർച്ചയായിട്ടും GST ചോദിക്കുന്നുണ്ട്. അടുത്തത് പാർട്ണർഷിപ്പ് ഡീഡാണ്. ഇപ്പോൾ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകൾ ചേർന്നിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ റെഡിയാക്കുന്ന എഗ്രിമെന്റ് ആണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളത്. അടുത്തത് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ആണ്. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഒരിക്കലും ഒരു ലൈസൻസ് അല്ല, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇപ്പോൾ നമ്മളുടെ ബ്രാൻഡ് നെയിം അതല്ലെങ്കിൽ ലോഗോ നമ്മുടെ മാത്രമാക്കി രജിസ്റ്റർ ചെയ്യുന്നതിനെയാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇവിടെ ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷനും ലൈസൻസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മളുടെ വീടിന്റെ ഡീറ്റെയിൽസ് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ബിസിനസ് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് മാറും കേട്ടോ. ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഒക്കെ എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എങ്ങനെ ചെയ്യുന്നു എന്നതിനനുസരിച്ച് മാറും. ബേസിക് ആയിട്ട് ഇത്രയും ഡീറ്റെയിൽസ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ലൈസൻസ് എടുക്കാനോ അല്ലെങ്കിൽ അറിയാനോ ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വാട്സാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.